ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അലനജിക്സ് ക്രിയേഷൻസ്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി കരിമീൻ ഫ്രൈ ആണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാനായിട്ട് നമുക്ക് കിച്ചണിലോട്ട് പോവാം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് കരിമീൻ ഫ്രൈ ആണ്. അതിന് വേണ്ടിയിട്ട് ഇവിടെ 3 കരിമീൻ ക്ലീൻ ചെയ്ത് വരഞ്ഞ് അതുമ്മ ഉപ്പും മഞ്ഞളും കുറച്ച് ചില്ലി പൗഡറും കൂടിയിട്ട് തേച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ലൈം ജ്യൂസ് കുറച്ച്, ചെറിയ സ്പൂൺ മതി, ചെറിയ ഉള്ളി സ്മോൾ ഒനിയൻ ഒരു 5-6 എണ്ണം, കുറച്ച് കറി ലീഫ്, ഇത്രയും കുറച്ച് മതി. ഒരു ചെറിയ കഷ്ണം, അല്ലെങ്കിൽ ഇത് ഭയങ്കര ചെറുതാണ്, അതുകൊണ്ട് ഞാൻ 2-3 കഷ്ണമായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇഞ്ചി, പിന്നെ ഒരു 5-10 കുരുമുളക്, മുഴുവനോടെ ഉള്ളത് ഇല്ലെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ഇട്ടാലും മതി. പിന്നെ ഒരു 5-8 അല്ലി വെളുത്തുള്ളി. അത് വലിയതാണെങ്കിൽ ഒരു 4-5 മതിയാവും. ഇതിപ്പോൾ ചെറുതായതുകൊണ്ട് ഞാനൊരു 5-8 എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ചില്ലി പൗഡർ 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, പിന്നെ ഉപ്പ് ആവശ്യത്തിന്. ഇതെല്ലാം കൂടിയിട്ട് മിക്സിയിൽ ആദ്യം അരച്ചെടുക്കണം. അതിന് ശേഷമാണ് ഈ മീനിലത് പുരട്ടി അരമണിക്കൂർ വെക്കണം. അപ്പോൾ നമുക്ക് ഇനി മിക്സിയിൽ അരച്ചെടുക്കാം. ഉള്ളിയൊന്ന് ചെറുതാക്കി അരിഞ്ഞിട്ട് ഇടാം. അപ്പോൾ എളുപ്പം നമുക്ക് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ ഇഞ്ചിയും ഒന്ന് ചെറിയ പീസാക്കിയിട്ടിട്ടാൽ പെട്ടെന്ന് നമുക്കിത്, നാടൻ ഇഞ്ചി ആയാലും ഭയങ്കര ചെറുതാണ്, പെട്ടെന്ന് നമുക്ക് അരിഞ്ഞ് കിട്ടും. പിന്നെ പെപ്പർ, ഈ എടുത്ത് വെച്ച കറി ലീഫും ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് അരച്ചെടുക്കുക. അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇപ്പോൾ തൽക്കാലം കുറച്ചിടണം, പിന്നെ നമുക്ക് അരച്ച് കഴിഞ്ഞിട്ട് കുറവുണ്ടെങ്കിൽ വീണ്ടും ചേർക്കാം. ലൈം ജ്യൂസ്, പിന്നെ നമുക്ക് അരച്ച് നോക്കിയിട്ട് വെള്ളത്തിൻ്റെ കുറവ് തോന്നും, ഭയങ്കര ഡ്രൈ ആയിരിക്കുകയാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് അരയ്ക്കാം. ഇത് ഞാൻ ആദ്യം ഒന്ന് അടിച്ച് നോക്കട്ടെ. ഇപ്പോൾ നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഉപ്പ് കുറവായിരുന്നു, ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ വെള്ളം കുറച്ച് ഒരു 2 ടീസ്പൂൺ വെള്ളം ആഡ് ചെയ്യേണ്ടി വന്നു. അപ്പോഴാണ് ഇതുപോലെ കറക്റ്റ് ഈ പരുവത്തിൽ അരച്ചെടുത്തത്. ഇനി ഇത് നമ്മുടെ മീനിൽ നന്നായി തേച്ച് പിടിപ്പിക്കാം. വരയിട്ടതിൻ്റെ ഉള്ളിലേക്കെല്ലാം നന്നായി കയറിപ്പോണ മാതിരി തേച്ച് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ മീൻ പുരട്ടി വെച്ചിട്ട് അരമണിക്കൂറായി. ഇനി നമുക്ക് ഈ മീൻ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് മസാല പുരട്ടുമ്പോൾ നിങ്ങൾക്ക് വെള്ളം എത്രയും കുറച്ച് എടുക്കണോ അത്രയും എടുത്തു കഴിഞ്ഞാൽ നന്നായി പിടിച്ചോളും. ഞാനിതിൽ ആദ്യമേ ഉപ്പും മുളകും തിരുമ്പി വെച്ചതുകൊണ്ട് കുഴപ്പമില്ല. ഇത് ആദ്യമേ ഉപ്പും മുളകും തിരുമ്പി വെക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ അരപ്പ് മാത്രം അരച്ചിട്ട് അത് ഇതുമ്മേ പുരട്ടി വെച്ചാൽ മതി നന്നായിട്ട്. അപ്പോഴും ഉപ്പൊക്കെ അതിൽ നന്നായി പിടിച്ചിരിക്കും. എന്നിട്ട് ഇത് അപ്പോൾ നല്ല ഡ്രൈ ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻമത്തിരി വെള്ളം ഉണ്ടെങ്കിൽ വേഗം അതിൽ പിടിച്ചോളും. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം. സ്റ്റൗ കത്തിച്ചിട്ട് ചീഞ്ചട്ടിയോ കടായോ ഫ്രൈങ് പാനോ ഏതാണെങ്കിൽ വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിക്കുക. കടായിലേക്ക് എണ്ണ ഒഴിക്കണം.
അതിലേക്ക് നമ്മൾ കറിവേപ്പിലയുടെ തണ്ട് എന്ന് പറഞ്ഞാൽ കറിവേപ്പില അടക്കമുള്ളത് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അങ്ങനെ വെച്ചാൽ അടി പിടിക്കാതിരിക്കാനായിട്ട് നല്ലതാണെന്ന് പറയും. അങ്ങനെ കറിവേപ്പിലയുടെ തണ്ട് വെച്ചതിന് ശേഷം ഇനി നമുക്ക് മീൻ അതിലേക്ക് എടുത്തു വയ്ക്കാം. ഇതിൽ 2 എണ്ണം വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 2 എണ്ണം വെച്ചിട്ട് വറുത്തെടുക്കും. അതിൻ്റെ മേലെ, ആ മീനിൻ്റെ മേലെ ഒരിത്തിരി വെളിച്ചെണ്ണ ഇങ്ങനെ തൂവിക്കൊടുത്താൽ അതിങ്ങനെ പൊളിയാതെ നന്നായി ഇരിക്കും. ഇപ്പം നമ്മുടെ മീൻ ഒരു സൈഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മറിച്ചിട്ട് നോക്കാം മറ്റു സൈഡ്. നമുക്ക് കറിവേപ്പില ഇങ്ങനെ വരും, അത് കുഴപ്പമില്ല. ഒരു 10 മിനിറ്റ് കൂടി ആയാൽ ഇതും കൂടി ആവും. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്ന് കരിമീൻ ഫ്രൈ ചെയ്തത് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ലൈമൊക്കെ പിഴിഞ്ഞിട്ടാണ് ഇവിടെ ഒരാൾ ടേസ്റ്റ് ചെയ്യാൻ പോണത്. അടിപൊളിയുണ്ട്. അടിപൊളി കരിമീൻ ഫ്രൈ ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.